പ്രിയമുള്ളവർ, 20 നൂറ്റാണ്ടുകൾ പിന്നിട്ട മലങ്കര സഭയുടെ ചരിത്രം വളരെ ചുരുങ്ങിയ സമയത്ത് പറയുക എന്നത് പ്രായോഗികമല്ലെങ്കിൽ ഒരു കഥാപ്രസംഗം വേണ്ട ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഫാദർ കബീർ ഫിലിപ്പ്. പശ്ചാത്തലത്തിൽ ഗാനങ്ങൾ ബാബു ഹരിപ്പാട്, ഷിബു മുട്ട, റോബി രാമപുരം, അലി ചേപ്പാട്, കീബോർഡ് അരുൺ കോലയ്ക്കാട്, തബല സഞ്ജു പരിപാടി, ശബ്ദ നിയന്ത്രണം ബാബു, സാങ്കേതിക സഹായം സണ്ണി പുഞ്ചമണ്ണി, റോണി കരിപ്പുഴ, അവതരണം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം മാവേലിക്കര ഭദ്രാസനം. കലാസ്നേഹികളെ, പരിശുദ്ധവും പരിപാവനവുമായ ദേവാലയത്തിൽ ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുവാനിടയാക്കിയ സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടു മലങ്കര സഭയെ അതിയായി സ്നേഹിച്ച നമ്മുടെ പ്രിയ പിതാവ് അഭിമന്യ ബക്കൂബിയസ്ലിയുടെ പാവന സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും ഞങ്ങൾ ആരംഭിക്കുകയാണ്. സത്യം 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 നാമമേതു സത്യം 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 നാമമേതു സത്യം മലങ്കര സദനം സന്താനം ഓരിടം നീ സത്യം ഓരിടം നീ സത്യം ഓരിടം നീ സത്യം. നമ്മൾ കർത്താവിന്റെ ശിഷ്യരായി പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായി സ്ഥാപിതമായി ലോകത്തിന്റെ നാനാഭാഗത്തും പരന്നു കിടക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. ഈ പരിശുദ്ധ സഭ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ അനുയോജ്യരായ ഇടയന്മാരെ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിക്കും. പരിശുദ്ധ സഭയുടെ ഇന്നു വരെയുള്ള വളർച്ചയുടെ മുന്നിൽ ധാരാളം അഗ്നി പരീക്ഷകളെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ ഓരോ അഗ്നി പരീക്ഷകൾ കഴിയുമ്പോഴും അഗ്നിയിൽ നിന്ന് സ്ഫുടം ചെയ്യിച്ച കനകക്കട്ടി പോലെ മലങ്കര സഭ തേജസ്സോടെ എഴുന്നേറ്റ് വരുന്നു. സത്യത്തിലൂടെയും കാതോലിക്കൻ പുനഃസ്ഥാപനത്തിലൂടെയും നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ സഹന സമരത്തിലൂടെ തന്റെ ജീവൻ വരെ നൽകുവാൻ തയ്യാറായ മലങ്കരയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബായ്ക്കും അഭിമന്യ സേവരിയോസിലേക്കും അഭിവാദനങ്ങളും പിന്തുണകളും അർപ്പിച്ചുകൊണ്ട് ഈ കലാപഹാരം പരിശുദ്ധ പിതാക്കന്മാരുടെ തൃപ്പാദങ്ങളിൽ ആദരപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭാരതത്തിൽ ആരംഭിച്ച ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രം സംഭവബഹുലവും സുദീർഘവുമാണ്. 1-ാം നൂറ്റാണ്ടിൽ മാർത്തോമാ ശ്ലീഹ ഭാരത മണ്ണിൽ സഭ ആരംഭിക്കുകയും 16-ാം നൂറ്റാണ്ട് വരെ ഒരു വിദേശ സഭകളുടെയും കടന്നാക്രമണം കൂടാതെ വംശവിശുദ്ധിയോടെ തന്നെ ഏതാണ്ട് നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വന്ന പോർച്ചുഗീസുകാർക്ക് ഒരു മുസ്ലിം രാജ്യത്ത് അർത്ഥമില്ലാതെയും ആദ്യബോധമില്ലാതെയും സൃഷ്ടിച്ചും ശോഷിച്ചും കഴിഞ്ഞ അന്ത്യോക്യൻ സഭ വരെ മലങ്കര സഭയ്ക്ക് ഒരു കണ്ടവോടാലിയായി തീർന്ന സർവ്വചരിത്രം പഠിച്ചാലേ അവരുടെ അക്രൈസ്തവ പ്രവർത്തനങ്ങളുടെ ആഴം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഭാരത മണ്ണിൽ വന്നതിന്റെ 1960-ാം വാർഷികവും മലങ്കര സഭയുടെ അപ്പോസ്തോലികതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും അഖണ്ഡതയുടെയും പ്രതീകമായ കാതോലിക്കന്റെ പുനഃസ്ഥാപനവും ആഘോഷിക്കുന്ന ഈ വേളയിൽ അഭിമാന പുരസ്സരം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. പരിശുദ്ധ മാർത്തോമൻ പൈതൃക വഴിയിൽ ശിഷ്യൻ
കർത്താവിന്റെ ശിഷ്യനായ പത്രോസ് അപ്പോസ്തലന്മാരിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ശേഷം പേർഷ്യയിലെ തന്റെ ദൗത്യത്തിന് ശേഷം കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ മാർത്തോമാ നാനാ ജാതി മതസ്ഥരോടായി സുവിശേഷം അറിയിച്ചു. 4 കുടുംബങ്ങളിലുണ്ട്. കള്ളി, കള്ളിയാക്കി, പകലമറ്റം, ശങ്കരകുടി. ഈ 4 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് പൗരോഹിത്യ സ്ഥാനം നൽകി. മാർത്തോമായുടെ ജീവിതം കണ്ട് കേരളക്കരയിലുള്ളവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, തോമയെ കണ്ട ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടുവന്നു. അർത്ഥപൂർണമായിരുന്നു ആ വാക്കുകളും പ്രവർത്തനങ്ങളും ജീവിതം. അതുകൊണ്ട് തന്നെ അനേകം ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റു. AD 72 ഡിസംബർ 18 മദ്രാസിലെ ചിന്നവലയുടെ മുന്നിൽ വെച്ച് മതമൗലികവാദികളുടെ കുന്തം കണ്ടു കുന്നേറ്റ് ചോര വാർന്നൊഴുകി പിടഞ്ഞ് അതിവേദനയോട് രക്തസാക്ഷി മരണം പ്രാപിച്ചു. സഭയുമായി സംസർഗത്തിലാക്കി. അവിടെ നിന്ന് ബിഷപ്പുമാർ മലങ്കരയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അവരെ ആദരപൂർവ്വം മലങ്കര സഭാമക്കൾ സ്വീകരിക്കുകയും മലങ്കര സഭാമക്കളെ ആ പിതാക്കന്മാർ ആദരപൂർവ്വം കാണുകയും ചെയ്തു. 17-ാം നൂറ്റാണ്ട് വരെ തദ്ദേശീയരായ അർദ്ധദൂത്യന്മാർ മലങ്കര സഭയുടെ ഭരണം നിർവഹിച്ചുകൊണ്ടേയിരുന്നു. 1498 വാസ്കോ ഡി ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തി. 1530 ആയപ്പോഴേക്കും മലങ്കര സഭയെ റോമൻ ആധിപത്യത്തിന് കീഴിലാക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 1599 ജൂൺ മാസം 20-ാം തീയതി ആർച്ച് ബിഷപ്പ് മെലസിസ് ഉദയംപേരൂർ സിനോദോസിലൂടെ മലങ്കര സഭയെ റോമൻ യുഗത്തിലാക്കി. എന്നാൽ നസ്രാനികളുടെ ഇടയിൽ അമർഷം പുകഞ്ഞുകൊണ്ടേയിരുന്നു. നസ്രാനികളുടെ ആവശ്യപ്രകാരം പേർഷ്യയിൽ നിന്നെത്തിയ അടുത്തകാല നസ്രാനി പോർച്ചുഗീസുകാർ കൊച്ചി കായലിൽ മുങ്ങിക്കൊന്നു. അടിമമുഖം വലിച്ചെറിയാൻ ബന്ധം കൊണ്ടിരുന്ന നസ്രാനികൾ സടകുടൻ എഴുന്നേറ്റു. ഒരു സ്വതന്ത്ര സമുദായത്തിന്റെ സ്വാതന്ത്ര്യ വിപ്ലവം വിദേശ മേൽക്കോയ്മയ്ക്കെതിരെ ഭാരതത്തിൽ ഉയർന്ന ആദ്യത്തെ വിമോചന ശബ്ദം. ആയിരക്കണക്കിന് നസ്രാനികൾ മട്ടാഞ്ചേരിയിലെ കൽക്കുരിശിൽ ആലാത്തുകൾ കെട്ടി വിപ്ലവകരമായ പ്രതിജ്ഞ ചെയ്തു. ചൊല്ലിക്കൊടുത്ത ഈ പ്രതിജ്ഞയാണ് വിപ്ലവകരമായ കൂനൻ കുരിശിൻ സത്യം. 2 ലക്ഷം അംഗങ്ങളുള്ള ക്രൈസ്തവ സമൂഹത്തിലുണ്ട് 400 പേർ ഒഴിച്ച് ബാക്കി എല്ലാവരും മലങ്കര സഭയിൽ തന്നെ നിലനിന്നു. തുടർന്ന് മാർത്തോമാ മെത്രാന്മാരുടെ നേർഭരണത്തിന് കീഴിൽ മലങ്കര സഭ മുന്നോട്ട് പോയി. സ്വാധീനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ആകൃഷ്ടരായി പലരും മലങ്കര സഭയെ വഞ്ചിച്ച് റോമൻ സഭയിൽ ചേർന്നു. കത്തോലിക്ക സഭ മലങ്കര സഭയെ നശിപ്പിക്കുവാൻ ദുഷ്പ്രവൃത്തികളുമായി രംഗപ്രവേശനം ചെയ്തു. ഇതിനെ അതിജീവിക്കുവാൻ മലങ്കര സഭ വിവിധ വിദേശ സഹോദര സഭകളുമായും ബന്ധപ്പെട്ടു.
പള്ളിപ്പാട്ട് ആദ്യകൂട്ടിൽ തറവാട്ടിൽ ജനിച്ച പുണ്യമാണ്. സത്യവിശ്വാസ സംരക്ഷകനായ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദീവന്യാസിയോസ് മാവേലിക്കര പടിയോല എന്ന മഹാസമ്മേളനം വിളിച്ചുകൂട്ടി നവീയ ആശയങ്ങളെ പുച്ഛിച്ച് തള്ളി മലങ്കര സഭയെ സത്യവിശ്വാസത്തിൽ നിലനിർത്തി. സഭയിൽ ഭിന്നിപ്പുണ്ടാക്കി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗം പുറത്തു പോകും. ഇന്ന് നാം കാണുന്ന മർത്തമ CSI സഭകൾ ഇതിന്റെ പരിണിത ഫലങ്ങളാണ്. 1875 പത്രോസ് പാത്രികീസ് മലങ്കര സഭ സന്ദർശിക്കുന്നു. മുളന്തുരുത്തി സുനകദോസിലൂടെ മലങ്കര സഭയിൽ അധികാരം സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ പരിശുദ്ധനായ പരിമലത്തിന്റെയും പുലിക്കോട്ടിൽ തിരുമേനിയുടെയും പ്രാർത്ഥന നമ്മോട് കൂടെ ഉണ്ടാകും. ഈ സമയത്ത് മലങ്കര സഭയിൽ ഒരു വെള്ളി നക്ഷത്രം ഉദിച്ചുയർന്നു. മലങ്കര സഭയുടെ ഉരുക്കുകോട്ട സത്യവിശ്വാസ സംരക്ഷകൻ, വേദശാസ്ത്ര പണ്ഡിതൻ, ആത്മീയതയുടെ നിറകുടം, സമുദായത്തിന്റെ കണ്ണിലുണ്ടി. നിങ്ങൾക്കറിയാമോ ആരാണ് അദ്ദേഹം? അദ്ദേഹമാണ് പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി. ആ പുണ്യപിതാവിന്റെ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിന്റെയും ഫലമായി സകല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് 1912 സെപ്റ്റംബർ 15 നിരണത്ത് വലിയ പള്ളിയിൽ വെച്ച് അബ്ദുൽ പാത്രീസിനാണ് മലങ്കര സഭയിൽ കാതോലിക്കയെ സ്ഥാപിച്ചു. അറിവാനിയോസിനെ ഒന്നാം കാതോലിക്കയായി വാഴിച്ചു. വള്ളിക്കാട്ട് പിതാവ് ഗീവർഗീസ് കൊല്ലൻ എന്ന പേരിൽ രണ്ടാം കാതോലിക്കയായി 1929 കല്ലാശ്ശേരി പിതാവ് ഗീവർഗീസ് തൃതീയൻ എന്ന പേരിൽ മൂന്നാം കാതോലിക്കയായി സ്ഥാനമേറ്റു. സാത്താനുള്ളിൽ പ്രവേശിച്ച ബദരീയുടെ അറിവാനിയോസ് മലങ്കര സഭയെ വഞ്ചിച്ച് തീർത്ത് പ്രസ്ഥാനം ആരംഭിച്ചു. പാൽപ്പൊടികളും പണക്കിഴികളും ജോലി വാഗ്ദാനങ്ങളുമായി ചിലരേക്ക് മലങ്കര സഭയിൽ നിന്ന് അടർത്തി മാറ്റി. 1934 ഫെബ്രുവരി 24 മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം തീരാ ദുഃഖത്തിന്റെ ദിനമായി. ദൈവത്തിന്റെ പ്രകാരം പരിശുദ്ധ സഭയെ നയിച്ച് സഭയ്ക്ക് ഭരണഘടനയ്ക്ക് അടിസ്ഥാനമിട്ട സഭാഭാസികൻ വട്ടശ്ശേരിൽ ദീവന്യാസിയോസ് തിരുമേനി ഇഹലോകവാസം. ഒന്നാം സമുദായ കേസിൽ യാക്കോബായ വിഭാഗം തുടക്കം കുറിച്ചു. താൻ നേതൃത്വം കൊടുത്ത സമാധാന ശ്രമങ്ങൾ വിജയത്തിന്റെ വക്കിലെത്തിയതിനു ശേഷം പരാജയപ്പെട്ടതിൽ കുണ്ഠിതനായ പാത്രീസ് ഭാഗത്തിലെ ഔഗ്യന്മാർ തീമോത്തിയോസ് യാക്കോബായ വിഭാഗത്തിന്റെ ചതികളെ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം പരിശുദ്ധ കാതോലിക്ക ബാബായി
സ്വർഗത്തിൽ പോലും മസനസ മാറ്റാത്ത ആ പിതാവ് കടന്നു പോകുന്നു. മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയിക്കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതാ വൃദ്ധനായ ഒരു മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന കാപ്പി കണ്ടുകൊണ്ട് ആ പരിശുദ്ധനാവിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അടിച്ചവർക്ക് ദൈവം തക്ക ശിക്ഷ നൽകുകയും ചെയ്തു. 1958 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഒന്നാം സമുദായ കേസിൽ യാക്കോബായ ഭാഗത്തിന്റെ കേസ് ചിലവ് സഹിതം തള്ളി മലങ്കര സഭയ്ക്ക് അനുകൂലമായി വിധിച്ചു. എന്നാൽ സമാധാനകാംക്ഷിയായ മലങ്കര സഭയുടെ പരിശുദ്ധ പിതാവ് പരിശുദ്ധ കലാചാര്യൻ വിധിച്ച പണം പോലും കൈപ്പറ്റാതെ സമാധാനത്തിനായി നിലകൊണ്ടു. അന്ത്യോക്യൻ പാത്രീസിനെ മലങ്കര സഭ ഭരണഘടനയ്ക്ക് അനുസൃതമായി സ്വീകരിച്ചു. വൃദ്ധൻ പുന്നൂസ എന്ന പരിശുദ്ധ പിതാവിനെ പരിഹസിച്ച പാത്രീസുകാർ ആ പരിശുദ്ധ പിതാവിന്റെ തൃക്കൈ മുത്തി അനുഗ്രഹം പ്രാപിച്ചു. സമാധാനത്തിന്റെ നല്ല നാളുകൾ. മലങ്കരയിൽ സ്നേഹത്തിന്റെ വസന്തമൊഴികൾ. ആദ്യകാലങ്ങളിൽ പാത്രീസ് വിഭാഗക്കാരനായിരുന്ന ഔഗേന്മാർ തിമോത്തിയോസ് ഔഗേൻ പ്രഥമൻ എന്ന പേരിൽ മലങ്കരയുടെ 4ാം കാതോലിക്കയുമായി. തുടർന്ന് നടന്ന മെത്രാൻ തിരഞ്ഞെടുപ്പിൽ ശരിയായ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത പെരുമ്പള്ളി അച്ഛനും തോമസ് അച്ഛനും പരാജയപ്പെട്ടു. അവരുടെ കുൽസിത ശ്രമങ്ങളുടെ ഫലമായി പാത്രീസ് ബാബായുടെ 203-ാം നമ്പർ കൽപ്പന വന്നു. എന്താണെന്ന് അറിയാമോ കൽപ്പന? നമ്മുടെ കർത്താവിന്റെ ശിഷ്യനായ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായ്ക്ക് പട്ടത്വമില്ലെന്നോ. ഇതിനെതിരെ മലങ്കര സഭ ശക്തമായി പ്രതികരിച്ചു. സാത്താന്റെ ശിഷ്യന്മാർ അന്നും മലങ്കരയിൽ ഉണ്ടായിരുന്നു. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് ഒരിക്കലും മെത്രാന്മാരാകാൻ പറ്റുകയില്ലെന്നറിഞ്ഞ് തോമസ് അച്ഛനും പെരുമ്പള്ളി അച്ഛനും പൊങ്ങി. പിന്നെ പൊങ്ങിയതോ മെത്രാന്മാരായി. മലങ്കരയിൽ ഒരു ചൊല്ലു തന്നെ ഉണ്ടായി. ഇക്കരെയുള്ള അച്ഛൻ കുഞ്ഞുങ്ങൾ അക്കരെ ചെന്നപ്പോൾ മെത്രാന്മാരായി. ഈ തോമസ് അച്ഛനെ അറിയുമോ നിങ്ങൾക്ക്? മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ കള്ള കരച്ചിൽ നടത്തുന്ന, തന്റെ സ്ഥാനം നിലനിർത്താൻ എന്ത് സൂത്രപ്പണിയും ഒപ്പിക്കുന്ന തോമസ് പ്രഥമൻ എന്ന് പറയുന്ന ശ്രേഷ്ഠ കാതോലിക്ക വിലയ്ക്ക് വാങ്ങിയ മെത്രാൻ പട്ടവുമായി സമൂഹത്തിൽ കടന്ന് നീങ്ങരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ പാടുവാനാണ് തോന്നുന്നത്. രണ്ടാം സമുദായ കേസ് ആവിർഭവിച്ചു. മാത്യൂസ് പ്രഥമൻ 5ാം കാതോലിക്കയായി. മാർത്തോമാ എന്ന സ്ഥാനം തന്റെ പേരിനോട് കൂട്ടിച്ചേർത്ത ആ പരിശുദ്ധ പിതാവ് മലങ്കര സഭയുടെ ഉരുക്കു മനുഷ്യനായി. 6ാം കാതോലിക്ക മലങ്കരയുടെ സൂര്യ തേജസ് മാത്യൂസ് ബാബാവിന്റെ കാലത്താണ്. 1995 സുപ്രീം കോടതി വിധിയുണ്ടായത് മലങ്കര സഭയ്ക്ക് അനുകൂലമായി. എന്നാൽ ഏറെ സമാധാനകാംക്ഷിയായി പരിശുദ്ധ പിതാവ് എന്ത് വിട്ടുവീഴ്ച ചെയ്തു? മലങ്കര സഭയുടെ യോജിപ്പിനായി അക്ഷീണം പ്രയത്നിച്ചു. എന്നാൽ വിഘടിത വിഭാഗം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു.
സഭയുടെ താമസ സൃഷ്ടി ദിദിമോസ് ബാബായുടെ കാലത്താണ് മലങ്കര സഭയിൽ ഏറ്റവും കൂടുതൽ മെത്രാന്മാരെ വാഴിച്ചത്. ഇപ്പോൾ ഇതാ ഒരു വെള്ളി നക്ഷത്രം മലങ്കര സഭയുടെ എട്ടാം കാതോലിക്കയായി കുന്നംകുളത്തിന്റെ പ്രിയപുത്രൻ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് തുര്യൻ കാതോലിക്ക ബാവ തന്റെ അജഗണങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിശ്വാസ പാതയിൽ നയിക്കുന്നു. സ്വന്തമായി ഭരണഘടനയുണ്ടാക്കി പിരിഞ്ഞുപോയവർ ഇന്ന് മലങ്കര സഭയുടെ പള്ളികളിൽ അവകാശം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ്. മലങ്കര സഭയെ ജീവനേക്കാൾ സ്നേഹിച്ച ആനപ്പാപ്പിയെയും യൗവനാൻ കുഞ്ഞിനെയും മലങ്കര വർഗീസിനെയും കൊന്നൊടുക്കുക. പരിശുദ്ധ ബാബായെ കാപ്പി കമ്പുകൊണ്ട് അടിച്ച കാപ്പാലികൾ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളെ കാണുമ്പോൾ കള്ള കരച്ചിൽ നടത്തുന്ന കപടവേഷധാരികൾ, ഇവരെ നാം തിരിച്ചറിയണം. മലങ്കര സഭ അപ്പോസ്തലനാൽ സ്ഥാപിതമാണ്. മാർത്തോമൻ പൈതൃക പാരമ്പര്യത്തിലുള്ള അതിപുരാതന സഭയാണ്. നാം ഓരോരുത്തരും അഭിമാനിക്കണം. നാം ആരുടെയും അടിമകളല്ല. നമ്മുടെ സഭയും അടിമയല്ല. നാം സ്വതന്ത്രമാണ്. നമ്മുടെ സഭയും സ്വതന്ത്രമാണ്. അന്ത്യോക്യൻ സഭ മലങ്കര സഭയുടെ തലയല്ല. മലങ്കര സഭ അന്ത്യോക്യൻ സഭയുടെ വാലുമല്ല. തലയും ഉടലും വാലും മലങ്കരയിൽ തന്നെയുള്ള സ്വയം ശീർഷകത്വമുള്ള സഭയാണ് മലങ്കര സഭ. വട്ടശ്ശേരി തിരുമേനി നേടിത്തന്ന സ്വാതന്ത്ര്യം, മലങ്കരയിലെ പരിശുദ്ധ പിതാക്കന്മാർ ജീവൻ നൽകി നേടിത്തന്ന സ്വാതന്ത്ര്യം ഒരു വിദേശ ശക്തിക്കും അടിയറാക്കാനുള്ളതല്ല. ഭാരതത്തിലെ ക്രൈസ്തവ സഭകൾ ഒന്നാകണമെന്ന് കേഴുന്നത് ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഭാരതത്തിലെ ക്രൈസ്തവ സഭകൾ ഒന്നാകുന്നുവെങ്കിൽ വിദേശത്തുള്ള സഭാ മേലധികാരികളുടെ പിന്നാലെയല്ല ഒന്നാകേണ്ടത്. പരിശുദ്ധ മാർത്തോമാശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ വാണരുളുന്ന മലങ്കര മെത്രാപ്പോലീത്തായും പൗരസ്ത്യ കാതോലിക്കായുമായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് തുര്യൻ കാതോലിക്ക ബാവയുടെ പിന്നിലാണ് അന്ത്യോക്യൻ അധീശത്വത്തെ തകർത്തെറിഞ്ഞ് മലങ്കര സഭയുടെ മോശിയായ വട്ടശ്ശേരി തിരുമേനിയുടെ പിൻഗാമിയാണ്. യോശുവയെ പോലെ തന്റെ അജഗണങ്ങളെ സത്യവിശ്വാസത്തിൽ നയിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് തുര്യൻ കാതോലിക്ക ബാവയോട് കൂറും വിശ്വാസവും പ്രഖ്യാപിച്ചുകൊണ്ട് ആ പരിശുദ്ധ പിതാവിന്റെ പിന്നിൽ ഒന്നായി അണിനിരന്നുകൊണ്ട് ദൃഢസ്വരത്തിൽ